ഡോക്ടർ ജിൻഡോ ജോൺ. നിയമമുണ്ട്, അതെ, പരിമിതികളുണ്ട് എന്നത് എല്ലായിടത്തും. അതെ, എല്ലായിടത്തും വ്യക്തമാണ്. ഇന്ന് ശ്രീ സുരേഷ് ബാബു പറയുന്നത് പാലക്കാട്ടെ എം.എൽ.എയുടെ മുകളിലാണോ തീവ്രത, താഴെയാണോ തീവ്രത എന്ന് പ്രതിപക്ഷ നേതാവ് വളർന്നു നോക്കട്ടെ എന്നാണ്. ആ നിലയും ഗതികേടും കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമുണ്ടോ? മാധു, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. PK ശശി എന്ന് പറഞ്ഞ നേതാവ് ഇന്നലെ വരെ ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അയാൾ അവിടെ നിന്ന് കലാപമായിട്ട് പുറത്തു വന്നപ്പോൾ ഇന്ന് തൊട്ട് അയാൾക്ക് ഇതൊരു ആക്ഷേപമാണ്. അയാളുടെ തീവ്രത ഞങ്ങൾ അളക്കണമെന്ന്. ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ഇവരോടൊക്കെ ചോദിക്കട്ടെ. NN കൃഷ്ണദാസ് എന്തിനാണ് തിരിച്ചു വിളിച്ചത്? തെറ്റുതിരുത്തി തിരിച്ചു വരണമെന്ന്. ഇനി കൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിലാണോ CPM തീവ്രത ഇളക്കാൻ പോകുന്ന ശശിയുടെ? ഞങ്ങൾക്കറിയേണ്ട ഒരു കാര്യം, ഈ PK ശശി DYFIയിലെ വനിതാ സഖാവിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ അവർ പറയണം. ഇപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞല്ലോ ഈ പറഞ്ഞ പ്രേംകുമാർ, ഡോക്ടർ പ്രേംകുമാർ, എല്ലാം ന്യായീകരിക്കും, എന്നിട്ട് CPM-നൊപ്പമാണെന്ന് പറയും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പെൺകുട്ടി എന്താണ് പോലീസിൽ പരാതി കൊടുക്കാത്തത്? പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിലെ 10 വർഷമായിട്ടുള്ള പോലീസ് സംവിധാനത്തിൽ DYFIയുടെ ഒരു സഖാവിന് വിശ്വാസമില്ലേ? പാർട്ടിയുടെ സ്വന്തം കോടതിയും പോലീസ് സ്റ്റേഷനും മാത്രം മതിയെന്നാണ് അവർ വിചാരിക്കുന്നത്. ഈ രാജ്യത്തൊരു നിയമ സംവിധാനമില്ലേ? അപ്പോൾ ആ നിയമ സംവിധാനത്തെ വിശ്വാസമില്ലാതെ പാർട്ടിയെ വിശ്വസിച്ച് നിന്ന ആ പെൺകുട്ടിക്ക് എവിടം വരെ പോകേണ്ടി വന്നു? പോളിറ്റ് ബ്യൂറോ വരെ പോകേണ്ടി വന്നു. എന്നിട്ട് അവസാനം എന്താ കണ്ടെത്തിയത് തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന്. എങ്കിൽ ഞങ്ങൾക്ക് അറിയേണ്ട ഒറ്റ കാര്യം, PK ശശി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചോ? നിങ്ങൾ ഉറപ്പ് പറയണം. പീഡിപ്പിച്ചെങ്കിൽ സംഘടനാപരമായ നടപടി മാത്രമല്ല, നിയമപരമായിട്ടുള്ള നടപടിക്കുള്ള നേതൃത്വം നിങ്ങൾ എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കി രാഷ്ട്രീയ അഭിപ്രായം പറയാം. ഇത്രയും കാലം തീവ്രതയില്ലാത്ത പീഡനമാണ്, അത് ദേഷ്യപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ ആളുകൾ അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ വിശ്വസിക്കണോ? ഞങ്ങൾ ഇനിയും ചോദിക്കും, നിങ്ങൾ എടുക്കുന്ന ആ വാക്കുകളാണ് പ്രശ്നം. കുറച്ച് നാൾ മുമ്പ് ഒരു വനിതാ നേതാവ് പത്തനംതിട്ട പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞല്ലോ, തീവ്രത കുറഞ്ഞ പീഡനമാണ്, തീവ്രതയെ അളക്കുമെന്ന്. ഈ വാക്ക് തന്നെ ഉപയോഗിക്കുന്ന ഒരു ജനാധിപത്യ മര്യാദയാണോ? എന്നിട്ട് നിങ്ങൾ ഒരു നാണവും ഇല്ലാതെ ന്യായീകരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടി, ഇപ്പോൾ DYFIയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞ എന്താ, റിയാസുദ്ദീൻ പാർട്ടി ഓഫീസ് ഈ PK ശശി അനാശാസ കേന്ദ്രമാക്കി. DYFIക്കാർ എവിടെയായിരുന്നു? ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇത്രയും കാലം അയാൾ പുറത്താകുന്നത് വരെ, അല്ലെങ്കിൽ അയാൾ പുറത്തേക്ക് പോകുന്നത് വരെ, അയാൾ പുറത്തേക്ക് പോയതിനു ശേഷമല്ല അയാൾ പുറത്താക്കിയത്. ഇതേ കാലം റിയാസുദ്ദീനെ പോലുള്ള DYFIയുടെ നേതാക്കന്മാർ എവിടെയായിരുന്നു? PM ആർഷോയും PK ശശിയും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ ഓർമ്മയുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളിയും കാല് തല്ലി ഒടിക്കും തുടങ്ങിയ പരാമർശങ്ങളും കടന്ന പരാമർശങ്ങളാണ്. പ്രാദേശികമായി പുറത്തേക്ക് വരാതെ പാർട്ടി സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തേക്ക് കാണുന്നതും ചെയ്തതാണ്. അല്ല മാധു, ഇതൊക്കെ ഇവരുടെ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസം പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായിട്ട് നമ്മൾ അഭിപ്രായം പറയും. ഞാൻ ചോദിക്കുന്നത്, റിയാസുദ്ദീൻ പറഞ്ഞത് അനാശാസ്യ കേന്ദ്രമാക്കി, വേറെ എന്ത് പറയുന്നില്ല, അഴിമതിയെ കുറിച്ച് പറയുന്നത് പോലെയാണോ? ഇവിടെ വനിതാ മതിലൊരുക്കിയ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുക PK ശശിയെ പോലെ ഒരാൾ പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞിട്ട് DYFIക്കാർ ഇത്രയും കാലം നാവ് തളർന്ന് മിണ്ടാതിരുന്നിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ മിണ്ടുന്നു. മാത്രമല്ല, പാർട്ടി കൊടി, പാർട്ടി ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ പാർട്ടിക്കാരന്റെ ഏറ്റവും അടുത്ത വികാരം തന്നെയാണ്. അതിലേക്ക് ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യും എന്നുള്ളതാണ് പാർട്ടി നിലപാടും. പക്ഷേ അവിടെയാണ് പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമാക്കി ഞങ്ങൾ അത് നോക്കിക്കൊണ്ട് നിന്നു ഇത്രയും കാലം എന്ന് പറഞ്ഞത്. അല്ല മാധു, അത് തന്നെയാണ് ഇപ്പൊ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞത് എന്താ, ഇനി വനിതകൾക്ക് ധൈര്യമായിട്ട് പാർട്ടി ഓഫീസിൽ വരാമെന്ന്. അപ്പൊ ഇത്രയും കാലം ഇവരുടെ പാർട്ടി ഓഫീസിൽ സ്ത്രീകൾ വരാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പൊ വന്ന സ്ത്രീകൾ മോശക്കാരാണോ? എന്ത് വൃത്തികെട്ട വർത്തമാനമൊക്കെ പറയുന്നത്. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയിൽ നിന്ന് വഴക്കുകൂടി പുറത്തേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പദങ്ങളാണോ? കുറച്ചു നാൾ മുമ്പ് കൊല്ലത്ത് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഏരിയ സെക്രട്ടറി അമീറുൽ ഇസ്ലാമിനെ പോലെയും ലോക്കൽ സെക്രട്ടറി ഗോവിന്ദചാമിയെ പോലെയാണെന്നും പറഞ്ഞു വനിതാ സഖാക്കന്മാർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ജാഥ നടത്തിയ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത്, പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പലരും അഭിപ്രായത്തിന്റെ വ്യത്യാസത്തിന്റെ പുറത്തേക്ക് പോകും, ഇതൊക്കെ ശരിയാണ്. ഇത്രയും കാലം മൂടി വെച്ച കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ പങ്കുകച്ചവടത്തിന്റെ കാര്യമല്ലേ വിളിച്ചു പറയുന്നത്? ഒരു മര്യാദ വേണ്ടേ? ഒന്നുകിൽ ഇവർ പറയണം വനിതാ സഖാവിനെ പീഡിപ്പിച്ചതിന്റെ പേരിലാണ് സംഘടനാപരമായി നടപടിയെടുത്തത്. അപ്പോൾ ഇവർ പറയണം എന്തുകൊണ്ട് അത് നിയമപരമായിട്ട് നടപടിയിലേക്ക് പോകാൻ പറ്റിയില്ല. ആ വനിതാ സഖാവിന് അതിനുള്ള പിന്തുണ കൊടുക്കാൻ DYFIക്കും CPM-നും പറ്റിയില്ല. ഇനിയെങ്കിലും പരാതി കൊടുക്കണം. അങ്ങനെ പരാതി കൊടുക്കുമ്പോൾ PK ശശി നിയമത്തിന്റെ മുമ്പിലും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുറ്റക്കാരനാണ് എന്നുള്ള പൊതുബോധത്തിൽ നമുക്ക് എത്താം. ഇതുവരെ ഉള്ളത് എന്താ? ഞങ്ങൾ നിരന്തരം ഈ കാര്യം പറയുമ്പോഴും ഒക്കെ സംരക്ഷിച്ച് നിർത്തിയ CPM ഇന്ന് പറയാ അദ്ദേഹം ഇതൊക്കെ
ഇതൊക്കെ ചെയ്തു എന്ന്. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ഇതുവരെ CPM അദ്ദേഹത്തെ സംരക്ഷിച്ച് പിടിച്ചു, അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹം മോശക്കാരാണെന്ന് പറയുന്നു. ഇനി പ്രേംകുമാറോട് ഒരു കാര്യം കൂടി പറയാം. ഈ പാലക്കാടൻ പടയുടെ പോരാളി അല്ലാട്ടോ ഞാൻ അതിന്റെ ഭാഗമല്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ CPM-ന്റെ ഔദ്യോഗിക വക്താക്കന്മാരാരും വരാത്തതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ താങ്കൾ പറയുന്നു CPM ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് പാർലമെന്ററി പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന്. മറ്റു ആളുകൾ ഇപ്പോൾ KM മാണിയെ കോഴമാണി എന്ന് പറയുന്നു, KV തോമസിനെ ചാരൻ എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സരിനെ കൊണ്ടുപോകുന്നു. ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോയി CPM-ന് സ്വീകരിക്കാം. തിരിച്ചിപ്പുറത്തേക്ക് ആരെങ്കിലും വന്നാൽ അവരെ സ്വീകരിച്ചാൽ കോൺഗ്രസ് പാർട്ടി മോശപ്പെട്ടതാകും, UDF മോശപ്പെട്ടതാകും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നരേറ്റീവ് ശരിയല്ല. അതിനപ്പുറത്ത് PK ശശിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഇത്തരം നിയമവിരുദ്ധമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എണ്ണി പറയണം, നടപടിയെടുക്കണം. കോൺഗ്രസിന് രാഷ്ട്രീയമായി എടുക്കാം. പക്ഷേ ആ ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് മോശമല്ലെങ്കിൽ ആർക്കും മോശമല്ല, നിങ്ങൾക്ക് മോശമല്ലെങ്കിൽ നിങ്ങൾ വെച്ചോളൂ എന്നേ പറയുന്നു. Debate with Madhu Saji.